ഹായ് എവരി വൺ, എയ്സിൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റഹീം മോങ്ങം. എക്കണോമിക്സിലെ മൂന്നാമത്തെ സീരീസ് ആയിട്ടുള്ള മൂന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 ഇയർ പ്ലാനിലെ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് മുന്നേയായി നമ്മൾ 2 പദ്ധതികൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 വരെയും രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 1961 വരെയും. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ പ്രാധാന്യം നൽകിയിരുന്നത് കൃഷി, ജലസേചനം, വൈദ്യുതി ഉൽപ്പാദനം, കുടുംബാസൂത്രണം എന്നീ വിഷയങ്ങളായിരുന്നെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വ്യവസായം, ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നുള്ള വിഷയമായിരുന്നു. ഇന്ന് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് 1961 മുതൽ 1966 വരെ. എന്താണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി? നമുക്ക് വിശദമായി നോക്കാം. ഇതിൻ്റെ അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ യോജന എന്നാണ്. ഗാഡ്ഗിൽ യോജന, ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നുണ്ട്. ഈ മോഡൽ ജോൺ സാൻഡി ആൻഡ് സുഗുമോയ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉപാധ്യക്ഷന്മാരായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയും അതിൻ്റെ വൈസ് ചെയർമാൻ ഉപാധ്യക്ഷന്മാർ ജോൺ സാൻഡി, സുഗുമോയ് ചക്രവർത്തിയായിരുന്നു. അതുകൊണ്ടാണ് ഈ മോഡലിനെ ജോൺ സാൻഡി എന്നും സുഗുമോയ് ചക്രവർത്തി മോഡലെന്നും അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രാധാന്യം നൽകിയിരുന്നത് സെൽഫ് റിലയൻസും സെൽഫ് ജനറേറ്റീവ് എക്കണോമിയായിരുന്നു. സ്വയം പര്യാപ്തതയും സ്വാശ്രയത്തിനുമായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ സ്വയം പര്യാപ്തതക്കായിരുന്നു ഇതിന് പ്രാധാന്യം നൽകിയിരുന്നത്. പ്രധാനമായി ഊന്നൽ നൽകിയ മേഖലകൾ കാർഷിക വികസനത്തിനും കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. കാർഷിക വ്യവസായ മേഖലകളുടെ കാർഷിക വികസനത്തിനും അടിസ്ഥാന വ്യവസായങ്ങൾക്കും നമ്മൾ പ്രാധാന്യം നൽകി മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രധാനമായി വന്ന സ്റ്റീൽ പ്ലാന്റായിരുന്നു ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ 3 സ്റ്റീൽ പ്ലാന്റുകൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 1 ഭിലായ്, 2 റൂർക്കേല, 3 ദുർഗാപൂർ. അടുത്ത സ്റ്റീൽ പ്ലാന്റാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായത്. ജാർഖണ്ഡിൽ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ നിർമ്മിക്കപ്പെട്ട പദ്ധതിയായിരുന്നു ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. 1964 നിലവിൽ വന്നത്. അടുത്താണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഭക്ഷ്യധാന്യ വിതരണത്തിനും സമ്പന്നത്തിനുമായി രൂപീകരിച്ചതാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവിതരണ കേന്ദ്രം, റേഷൻ കടകളൊക്കെ ആരംഭിക്കുന്നത്. 1965 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടതാണ്. 1965 നിർമ്മിച്ച മറ്റൊരു സിസ്റ്റമായിരുന്നു CACP എന്നറിയപ്പെടുന്നത്. CACP, കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് പ്രൈസസ് എന്ന് പറയും. 1965 ആരംഭിക്കുകയും 66-67 പണി പൂർത്തിയാവുകയും ചെയ്ത കമ്മീഷനായിരുന്നു 1965 എന്ന കമ്മീഷനാണ് CACP. 1985 അതിനെ പുനർനാമകരണം ചെയ്തു CACP എന്നാക്കി മാറ്റി. കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് എന്നറിയപ്പെടും. 1965 ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 1965. ലോകത്തിൽ ആദ്യമായിട്ട് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് 1944. എന്താണ് ഹരിത വിപ്ലവം? ഭക്ഷ്യവസ്തുക്കളിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. 1965 ഹരിത വിപ്ലവം കൊണ്ട് ഇന്ത്യയിൽ സാധ്യമാക്കിയ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. ഇന്ത്യ ഭക്ഷ്യവസ്തുക്കൾ സ്വയം പര്യാപ്തമാകുകയും വിദേശത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നത് ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് 1965 ഹരിത വിപ്ലവത്തിൽ തുടക്കം കുറിക്കുന്നത്. 1965 നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് നിലവിൽ വരുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഗുജറാത്തിലെ ആനന്ദിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. എന്നാൽ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കർണാലിലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്നാൽ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് വന്നത് 1965. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ UTI 1964 RBIയുടെ അണ്ടറിലായിരുന്നു ആദ്യം നിലനിന്നിരുന്നത്. പിന്നീട് IDBI അതിനെ വാങ്ങുകയും ചെയ്തു. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ IDBI 1964 അഥവാ വ്യാവസായിക സാമ്പത്തിക വളർച്ചയ്ക്കായി സ്ഥാപിക്കപ്പെട്ട
രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും IDBIയും. 1964 ആരംഭിച്ചതാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന IDBI. 1966 രൂപയുടെ മൂല്യത്തകർച്ച ഉണ്ടാകുന്നത്. ഡിവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി എന്നറിയപ്പെടുന്നത്. വിദേശ വ്യാപാര പ്രതിസന്ധി മറികടക്കാൻ 1966 രൂപയുടെ മൂല്യം കുറച്ചു. ചരിത്രത്തിലെ ആസൂത്രണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പരാജയപ്പെട്ട പദ്ധതിയായിരുന്നു മൂന്നാമത്തെ പദ്ധതി, കംപ്ലീറ്റ് ഫെയിലിയർ എന്നറിയപ്പെടുന്നു. കാരണം പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഇന്തോ ചൈന യുദ്ധം. 1962 ഇന്ത്യ ചൈന യുദ്ധമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വിഭവങ്ങൾ പ്രതിരോധ മേഖലയിലേക്ക് മാറ്റേണ്ടി വന്നു. അതുകൊണ്ടായിരുന്നു ഇത്രയും പരാജയപ്പെട്ട പദ്ധതിയാവാൻ കാരണം. അത് പല കാരണങ്ങളുണ്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട്. ഒന്ന്, ദലൈലാമയെ അഭയം കൊടുത്തു എന്ന പേരിലും, രണ്ട്, അക്സിയാച്ചിൻ ചൈനയുടെ ഭാഗമാണെന്ന് വാദിച്ചതിൻ്റെ പേരിലായിരുന്നു യുദ്ധം നടത്തിയിരുന്നത്. രണ്ടാം യുദ്ധമായിരുന്നു 1965 ഇന്ത്യ പാക് യുദ്ധം. ഇന്ത്യ പാക് യുദ്ധം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വിഘാതമാവുകയും ചെയ്തു. മൂന്നാമത്തേതാണ് കടുത്ത വരൾച്ച. 1965-66 കാലഘട്ടത്തിലാണ് കാർഷിക ഉൽപ്പാദനം വൻതോതിലിടുകയും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. ഇതും നമ്മുടെ വളർച്ചയ്ക്ക് വിഘാതമായ കാര്യമായിരുന്നു. നാലാമതായി പ്രധാനമന്ത്രിമാരുടെ വിയോഗം. ജവഹർലാൽ നെഹ്റു 1964 മെയ് 27 അന്തരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെ പ്രധാനമന്ത്രിയായുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി 1966 ജനുവരി 11 അപ്രതീക്ഷിതമായി അഫ്ഗാനിസ്ഥാനിലെ താഷ്കൻഡ് അഗ്രിമെൻറ്റിന് അവിടെ ചെന്ന് മരണപ്പെട്ടു. ഇതും നമ്മുടെ ഭരണസ്ഥിരതയെ ബാധിക്കുകയും നമ്മുടെ പഞ്ചവത്സര പദ്ധതിയെ ബാധിക്കുകയും ചെയ്തു. ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് എന്നറിയപ്പെടുന്നത് നമ്മൾ പ്രതീക്ഷിച്ച വളർച്ച നിരക്ക് 5.6%, എന്നാൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് 2.4%. ഇന്ത്യയുടെ 12 പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കുറവ് വളർച്ച രേഖപ്പെടുത്തിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയെ കംപ്ലീറ്റ് ഫെയിലിയർ എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞു, ഇന്ത്യ ചൈന യുദ്ധവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും അതിൻ്റെ വലിയൊരു ഘടകമായിരുന്നു. ഒന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട പോയിൻ്റ് ഒന്നും കൂടെ പറയുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ എന്നറിയപ്പെടുന്നത് ജോൺ സാൻഡി ആൻഡ് സുഗുമോയി ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്നത്. കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നതിലുപരി ഇതിന് പ്രാധാന്യം കൊടുത്തത് സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് ഇക്കണോമി എന്നാണ്. സ്വാശ്രയത്വവും സ്വയം പര്യാപ്തതക്കും ഇമ്പോർട്ടൻസ് കൊടുത്തു. പ്രധാനപ്പെട്ട ഊന്നൽ നൽകിയ മേഖലയായിരുന്നു കാർഷിക വികസനത്തിനും അടിസ്ഥാന വ്യവസായങ്ങൾക്കും. അഗ്രികൾച്ചർ ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് നമ്മൾ പ്രാധാന്യം നൽകി. 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. ജാർഖണ്ഡിലെ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ നിർമ്മിക്കപ്പെട്ടതാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. 1965 നിർമ്മിക്കപ്പെട്ടാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഭക്ഷ്യധാന്യത്തിനും വിതരണത്തിനുമായി സമ്പന്നത്തിനുമായി രൂപീകരിച്ചതായിരുന്നു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അടുത്തതായിരുന്നു 1965 ആരംഭിച്ചതായിരുന്നു CACP കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് പ്രൈസസ് എന്നറിയപ്പെടും. 1965 ആരംഭിച്ചു. അതിൻ്റെ പേര് പിന്നീട് പുനർനാമകരണം ചെയ്ത് CAPC എന്നാക്കി മാറ്റി. CAPC ആദ്യമായി അറിയപ്പെട്ടിരുന്ന CACPയും പിന്നീട് CAPCയുമാക്കി മാറ്റി. കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ ആൻഡ് കോസ്റ്റ് പ്രൈസസ് എന്നാണ് പുനർനാമകരണം ചെയ്തത്. 1965 ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന നോർമൻ ബെർലോഗാണ്. 1965 നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമാവുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദിലാണ്. അടുത്തായി 1964 വന്ന യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആൻഡ് IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന 1964 യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടറിലാണ്. പിന്നീടത് ബാങ്കുകൾ ഏറ്റെടുത്തു. രൂപയുടെ മൂല്യത്തകർച്ച, വിദേശ വ്യാപാര പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യ ചെയ്ത 1966 രൂപയുടെ മൂല്യം കുറച്ചു. രൂപയുടെ മൂല്യത്തകർച്ച, ഡിവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ വളരെ ഇമ്പോർട്ടൻ്റായി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കാര്യമാണ്. ഇന്ത്യൻ ആസൂത്രണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പരാജയപ്പെട്ട പദ്ധതിയായിരുന്നു മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. കാരണം ഒന്ന്, ഇന്തോ ചൈന യുദ്ധം, ഇന്തോ പാകിസ്ഥാൻ യുദ്ധവും. ഇന്തോ ചൈന യുദ്ധം 1962 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1965 പിന്നീട് കടുത്ത വരൾച്ച 1965-66 കടുത്ത വരൾച്ച കാരണം കാർഷികോൽപ്പാദനം വൻതോതിലിടുകയും ഭക്ഷ്യക്ഷാമത്തിന് ഇന്ത്യയിൽ
കാരണമാവുകയും ചെയ്തു. 2 പ്രധാനമന്ത്രിമാരുടെ വിയോഗവും നമ്മുടെ ഭരണസ്ഥിരതയെ ബാധിച്ചു. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണവും ലാൽ ബഹദൂർ ശാസ്ത്രി 1966 ജനുവരി 11 അദ്ദേഹത്തിൻ്റെ മരണവും അപ്രതീക്ഷിതമായ മരണവും നമ്മുടെ ഭരണസ്ഥിരതയെ ബാധിച്ചു. പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് 5.6%, എന്നാൽ ലഭിച്ച ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് 2.4%. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി 4ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഈ സീരീസിൽ നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. മാത്രമല്ല LP, UP, LDC കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. താല്പര്യമുള്ളവർ ഉടനെ തന്നെ എയ്സുമായി ബന്ധപ്പെടുക. താങ്ക് യു.